നിമിഷം നിൽക്കൂ, വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ സംഗീതം ഇഷ്ടപ്പെടുന്നവരാണോ എങ്കിൽ സരിഗയുടെ ഓൺലൈൻ ട്യൂഷനിലൂടെ നിങ്ങൾക്കും പഠിക്കാം സംഗീതം. പ്രായം ഒരു പ്രശ്നമേ അല്ല. നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ഉത്തരവാദിത്വത്തോടും കൃത്യനിഷ്ഠയോടും കൂടി ക്ലാസുകൾ എടുത്തു കൊടുക്കപ്പെടുന്നതാണ്. ഞങ്ങളുടെ പ്രത്യേകതകൾ വയലിൻ, കീബോർഡ്, ഗിറ്റാറ്, വായ്പാട്ട് എന്നിവ പഠിപ്പിച്ചു കൊടുക്കപ്പെടുന്നതാണ്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 860 630 74 51. മറ്റൊരു ഫോൺ നമ്പർ കൂടിയുണ്ട്, 75 10 520 887. അപ്പോൾ വിളിക്കാൻ മറക്കരുത്. നമസ്കാരം, ഞാൻ നിങ്ങളോടൊപ്പം ഇരമത്തൂർ സുരേഷ് സരിക. ഇന്ന് നമ്മൾ വലത് കൈയും ഇടത് കൈയും കൂടെ ചേർത്തുകൊണ്ടുള്ള ഒരു എക്സസൈസാണ് ചെയ്യുന്നത്. ഇത് നിങ്ങളിങ്ങനെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വലത് കൈക്ക് നോട്ടുകൾ വായിക്കുന്നതനുസരിച്ച് ഇടത് കൈക്ക് അതിനോട് കോമ്പിനേഷൻ വരുന്ന നോട്ടുകൾ നിങ്ങൾക്ക് തനിയെ വായിക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള പാഠങ്ങൾ ധാരാളമായി വായിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ആ കഴിവ് ആർജിച്ചെടുക്കാവുന്നതാണ്. ഈ പാഠത്തിൻ്റെ പേര് മ്യൂസിക് ലാൻഡ് എന്നാണ്. അപ്പോൾ നമുക്ക് ആ പാഠം ഒന്ന് വായിച്ച് നോക്കാം. അത് ഞാൻ വലത് കൈക്കാണ് വായിക്കുന്നത് കേട്ടോ. ആദ്യം ഇംഗ്ലീഷിൽ നോട്ട് പറഞ്ഞിട്ട് പിന്നെ മലയാളത്തിലും പറഞ്ഞു തരാം. അപ്പം നിങ്ങൾ നോട്ട് ബുക്ക് എടുത്ത് വെച്ചിട്ട് ഞാൻ പറയുന്നത് അങ്ങോട്ട് കുറിച്ച് വയ്ക്കുക. ഈ എഴുതിയിട്ട് ഒരു കുത്ത് കൊടുക്കണം. എന്നുവെച്ചാൽ ഈക്ക് 2 ബീറ്റാണ് വരുന്നത്. എഫ് എന്ന് എഴുതിയിട്ട് ഒരു കുത്ത് കൊടുക്കുക. അപ്പോൾ ഈക്ക് ഒരു ബീറ്റ്, എഫിന് ഒരു ബീറ്റ്, എന്നിട്ടൊരു ബാർ ഇടുക. ഓക്കെ, ജി കുത്ത്, സി കുത്ത്. ഇത് 2ാമത്തെ ബാർ. അത് കഴിഞ്ഞിട്ട് 3ാമത്തെ ബാർ എന്ന് പറയുന്നത് ഡി കുത്ത്, എഫ് കുത്ത്, ഈ കഴിഞ്ഞിട്ട് 3 കുത്ത് കൊടുക്കണം. ഓരോ കുത്തും ഓരോ സെക്കൻഡിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഞാനത് മൊത്തമായിട്ടൊന്ന് വായിച്ചു ചോദിക്കാം. ഫോർ ബൈ 4 എന്ന് പറയുന്ന ടൈം സിഗ്നേച്ചറിലാണ് ഈ പാട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് മലയാളം ഇനി പറയാം. ഗാന്ന് എഴുതിയിട്ട് ഒരു ദീർഘം, മാന്ന് എഴുതിയിട്ട് ഒരു ദീർഘം, ബാർ ക്ലോസ് ചെയ്യുക. പാന്ന് എഴുതിയിട്ട് ഒരു ദീർഘം, സാന്ന് എഴുതിയിട്ട് ഒരു ദീർഘം, ബാർ ക്ലോസ് ചെയ്യുക. എഴുതിട്ട് ദീർഘം, മാ ഒരു ദീർഘം, ഗാന്ന് എഴുതിയിട്ട് 3 ദീർഘം. അപ്പോൾ ഇത് മലയാളത്തിൽ വരുമ്പോൾ ഇങ്ങനെ വരും: 1 2 3 4. ഗ മ പ സ രി മ ഗ. ഇപ്പം ഇതിന് ഒരു ലിറിക്സ് ഉണ്ട് ഇതിന്. അത് ഇങ്ങനെയാണ് വരുന്നത്: ഓ ആ ഗോ ടു ന്യൂ സീ ലാൻഡ്. ഓ ഐ ഗോ ടു മ്യൂസിക് ലാൻഡ് എന്നാണ് ആ ഒരു ലിറിക്കിൻ്റെ നോട്ടാണ് നമ്മൾ ഈ വായിച്ചത്. ഇനി ഇതിൻ്റെ 2ാമത്തെ ലൈൻ, സെക്കൻഡ് ലൈൻ ഏകദേശം ഇതുപോലെയാണ്. ലാസ്റ്റിൽ ഇച്ചിരി വ്യത്യാസമുള്ളേ. ഇംഗ്ലീഷിൽ ആദ്യം പറയാം: ഇ ഡോട്ട്, എഫ് ഡോട്ട്, ജി ഡോട്ട്, സി ഡോട്ട്, ഡി ഡോട്ട്, ഇ ഡോട്ട്, സി ഡോട്ട് ഡോട്ട് ഡോട്ട്. ഇനി മലയാളത്തിൽ ഗ മ പ സ രി ഗ സ. ഗ കഴിഞ്ഞിട്ട് ദീർഘം, മാ കഴിഞ്ഞിട്ട് ദീർഘം, പ കഴിഞ്ഞിട്ട് ദീർഘം, സ കഴിഞ്ഞിട്ട് ദീർഘം, രി കഴിഞ്ഞിട്ട് ദീർഘം, ഗ കഴിഞ്ഞിട്ട് ദീർഘം, സ കഴിഞ്ഞിട്ട് ദീർഘം ദീർഘം ദീർഘം.
അങ്ങനെയാണ് മലയാളത്തിൽ നോട്ട്. അത് മനസ്സിലായല്ലോ. ഇപ്പോൾ രണ്ടാമത്തെ ലൈൻ്റെ ലിറിക്ക് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രെയിനിങ് ഇയർ ട്രെയിനിങ് ഇയർ ആൻഡ് ഐ ആൻഡ് ഹാൻഡ് എന്നാണ് സെക്കൻഡ് ലൈൻ്റെ ലിറിക്ക് വരുന്നത്. അത് മനസ്സിലായല്ലോ. റൈറ്റ് ഹാൻഡ്. ഇനി ലെഫ്റ്റ് ഹാൻഡിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇത്രയും ആദ്യം നിങ്ങൾ റൈറ്റ് ഹാൻഡിൽ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. എന്നിട്ട് ലെഫ്റ്റ് ഹാൻഡിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് സി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ. അതിനുശേഷം പിന്നെ പ്രാക്ടീസ് ചെയ്യണം. നല്ലവണ്ണം ലെഫ്റ്റ് ഹാൻഡിൽ പ്രാക്ടീസ് ചെയ്യണം. ഇനി ഞാൻ ഓരോന്നായിട്ട് ഇതിനകത്ത് വരുന്ന ഈ നോട്ടുകൾ ലെഫ്റ്റ് ഹാൻഡിൽ ഏതൊക്കെ വരും. ആദ്യം നമ്മൾ സി അമർത്തി പിടിച്ചുകൊണ്ട് ലെഫ്റ്റ് ഹാൻഡിൽ സെക്കൻഡ് ഒക്ടേവിൽ രണ്ടാമത്തെ സി ആണ്, ഒന്നാമത്തെ സി അല്ല, രണ്ടാമത്തെ സി അമർത്തി 4 സെക്കൻഡാണ് അതിന് വരുന്നത്. ഈ സി എടുക്കുന്നത് 4 സി സ ദീർഘം 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 4 ബീറ്റ് എടുക്കുമ്പോൾ ഇവിടെ നമ്മൾ 2+2 2 നോട്ടുകൾ വായിക്കും. 2 മിനിമം വായിക്കണം. അതായത് ലെഫ്റ്റ് ഹാൻഡിൽ സി എന്ന് പറയുന്ന നോട്ട് ഒരു ഹോൾ നോട്ട് ആകുമ്പോൾ റൈറ്റ് ഹാൻഡിൽ 2 ഹാഫ് നോട്ട് വായിക്കണം. അതായത് സ എന്ന് പറയുന്ന നോട്ട് 4 സെക്കൻഡ് എടുക്കുമ്പോൾ റൈറ്റ് ഹാൻഡിൽ വലത് കൈക്ക് 2 2 എന്നുള്ള ക്രമത്തിൽ വായിക്കണം. നോക്കാം എങ്ങനെയാണ്. സി അമർത്തി പിടിച്ചോണ്ട് ഉണ്ട്. സി ഇവിടെ അമർത്തി പിടിച്ച 2 നോട്ട്. ഇനി പാസാന്ന് വായിക്കുമ്പോൾ ഈ വായിക്കും. അപ്പൊ ലെഫ്റ്റ് ഹാൻഡിൽ ഗാ എന്ന് പറഞ്ഞ നോട്ട് 4 ബീറ്റായി. ഗായ്ക്ക് 4 സെക്കൻഡ്. പിന്നെ ഇവിടെ ജി പ്രസ് ചെയ്തുകൊണ്ട്, അതായത് പാ പ്രസ് ചെയ്തുകൊണ്ട് ഗായിലേക്ക് വരുമ്പോൾ വീണ്ടും സി ആയി. മനസ്സിലായോ? അപ്പൊ അത് തമ്മിലൊരു പൊരുത്തമല്ലേ കേൾക്കാൻ. ഞാൻ ഒന്ന് വായിച്ച് നോക്കാം, വായിച്ച് കേൾപ്പിക്കാം. നോക്കിയാട്ടെ. 1 2 3 4. ഇനി രണ്ടാമത്തെ നോട്ട് വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യം ഇതുപോലെ തന്നെയാണ്, ലാസ്റ്റിൽ വെച്ചൊരു വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ നോട്ട് വായിക്കുമ്പോൾ കണ്ടോ, നമ്മൾ ഗാന്ന് വായിക്കുമ്പോൾ സി ലെഫ്റ്റ് ഹാൻഡിലെ സായുമായിട്ടാണ് കോമ്പിനേഷൻ വരുന്നത്. പിന്നെ വരുമ്പോൾ ഇവിടെ റീന്ന് വായിക്കുമ്പോൾ എപ്പാണ് ലെഫ്റ്റ് ഹാൻഡ് വരുന്നത്, മാ വരും. ഗാന്ന് വായിക്കുമ്പോൾ പാ. ഇവിടെ സാന്ന് വരുമ്പോൾ ലെഫ്റ്റ് ഹാൻഡിൽ ഈന്ന് വരും, അതായത് ഗാന്ന് വരും. ഒന്നുകൂടെ രണ്ടാമത്തെ വായിച്ച് കേൾപ്പിക്കാം, ശ്രദ്ധിക്കുക. ലെഫ്റ്റ് ഹാൻഡിൽ ഞാൻ സി പിടിച്ചോണ്ട് ഇനി ഞാൻ ഡി വായിക്കുമ്പോൾ ഇവിടുത്തെ എപ്പാണ് വരുന്നത്, മാ. കേട്ടോ? ജി വായിക്കുമ്പോൾ ഇ വായിക്കുമ്പോൾ ജി വരും, പിന്നെ സി വായിക്കുമ്പോൾ ഇ. ചുരുക്കം പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡിൽ ആദ്യം നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. സാ രണ്ടാമത് പ്രാക്ടീസ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ. സാ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ സാവകാശം നിങ്ങൾക്ക് ആദ്യം റൈറ്റ് ഹാൻഡ് പ്രാക്ടീസ് ചെയ്യണം, പിന്നെ ലെഫ്റ്റ് ഹാൻഡ് പ്രാക്ടീസ് ചെയ്തിട്ട് 2 കൈ കൊണ്ട് നിങ്ങൾക്ക് ഇതേപോലെ വായിക്കാൻ പറ്റും. 1 2 3
4. I go to music training ഈ പാഠം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ മ്യൂസിക്കൽ ആൻഡ് എന്നുള്ള പാഠം നന്നായിട്ട് പഠിക്കുക. ഈ ഇടത് കൈ കൊണ്ടും നോട്ടുകൾ വായിക്കണം. വലത് കൈക്ക് വരുന്ന നോട്ടുകൾക്കനുസരിച്ച് ഇടത് കൈക്കും കോമ്പിനേഷൻ കൊടുത്ത് വായിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ പാഠങ്ങൾ വളരെയേറെ പ്രയോജനം ചെയ്യുന്നതാണ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. 1-2 തവണ കൊണ്ട് മാറ്റി വയ്ക്കരുത്. പല ആവർത്തി പ്രാക്ടീസ് ചെയ്ത് അതിനെ പെർഫെക്റ്റ് ആക്കി എടുക്കണം. ഇപ്പോൾ 2 കൈ കൊണ്ട് നിങ്ങൾക്ക് വായിക്കാൻ കിട്ടും. ഒരു കൈ കൊണ്ട് വായിക്കുന്നതിനേക്കാൾ മനോഹരമാണ് 2 കൈ കൊണ്ട് നമ്മൾ വായിക്കുന്നത്. അത് രണ്ടും കേൾക്കാൻ വളരെ ഇമ്പമായിട്ട് നമ്മുടെ ചെവിക്ക് കൂടുതൽ ശ്രവണസുഖം കിട്ടും നമുക്ക്. ഓക്കെ. മാത്രമല്ല, ഒരാൾ പാടുമ്പോഴൊക്കെ ആയാലും ആ പാട്ടിൻ്റെ ശ്രുതി കേട്ടിട്ട് നിങ്ങൾക്ക് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് കോഡ്സ് ചേഞ്ച് ചെയ്ത് വായിക്കുവാനുള്ള കഴിവും ആർജിച്ചെടുക്കാവുന്ന. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം ഇരമത്തൂർ സുരേഷ് സരിക.